സ്തോത്രം, 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 സ്തോത്രം. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. അസാധാരണമായൊരു സന്ദേശം കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. എനിക്ക് ഈ സന്ദേശം അനുഗ്രഹമായെങ്കിൽ നിങ്ങൾക്കും അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. ഒരു ഫലിതം പറഞ്ഞ് ജീസസ് ഫാമിലിയുടെ ഈ ആരാധനയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്കരെ, പ്രൊട്ടസ്റ്റൻറ്റുകാരെ, ക്രിസ്ത്യാനികളല്ലാത്തവരെ പോലും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ഈ വചനം കേൾക്കണം. മറ്റുള്ളവരുടെ പറയണം, ഇങ്ങനൊരു സന്ദേശമുണ്ട്. ഒരു സഭയുടെയും കുറ്റം പറയാത്ത ഒരു നല്ല ആരാധന നമുക്കൊന്നിച്ച് ആരാധിക്കാം എല്ലാ ഞായറാഴ്ചയും, കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു ഫലിതം പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു സ്ഥലത്തൊരു വല്യമ്മച്ചി ഉണ്ടായിരുന്നു. ഒരു കൊച്ചു വീട്ടിൽ താമസിക്കുന്നു. കൊച്ചു വീട്, പാവപ്പെട്ടവരല്ല, പക്ഷേ എങ്കിലും ഞെരുക്കത്തി താമസിക്കാണ്. വല്യമ്മച്ചി മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, ആരും നോക്കുന്നില്ല. കൊച്ചു കിട്ടുന്ന ഇച്ചിരി പൈസ കൊണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ചിലവഴിയാണ്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പാട്ട്, വൈകിട്ട് പാട്ട്, പ്രാർത്ഥന, വേദോത്സവം വായിക്കുന്നു, ഉറക്കെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ നാളത്തെ ആവശ്യം പറയുന്നു. എന്നിട്ട് വൈകിട്ട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചു, നീ എനിക്ക് തന്നല്ലോ. അടുത്തൊരു നിരീശ്വരവാദി വലിയ കൊട്ടാരത്തിൽ താമസിക്കുകയാണ്. വലിയ 2-3 കാർ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. എനിക്ക് കമ്പനിയുടെ പേരൊന്നും അറിയത്തില്ല, കേട്ടോ. പല കമ്പനികളൊക്കെ കിടപ്പുണ്ട്. വലിയ കണക്കാണ്. ഇയാൾക്കൊരു ശല്യമായി വല്യമ്മ. ആ പീഠം ചോദിച്ചിട്ട് തരുന്നുമില്ല, വീടും തരുന്നില്ല. പക്ഷേ അവരെ ദൈവത്തിന് സ്തോത്രം, 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 കർത്താവേ നീ എല്ലാം തന്നല്ലോ. ഒരു ദിവസം വല്യമ്മ പറഞ്ഞു, കർത്താവേ നാളെ ഇവിടെ ഒന്നുമില്ല, 2 കഷണം കപ്പ മാത്രം ഇരിപ്പുണ്ട്, ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി, നാളെ അതേ ഉള്ളൂ, അതുകൊണ്ട് വല്ലതൊക്കെ ആഹാരം തരണം കർത്താവേ, ഒരു കൊട്ട സാധനങ്ങളും തരണമേ. ഇയാൾ വിചാരിച്ചു ഇതാണ് നല്ല അവസരം, എവിടെ ആരും കൊണ്ട് കൊടുക്കാനില്ലല്ലോ ഇയാൾക്ക്. അയാൾ പോയിട്ട് ഒരു കൊട്ട സാധനം വാങ്ങിച്ചോളൂ. ബ്രെഡ്, ജാം, കോഴിയിറച്ചി, ഉരുളക്കിഴങ്ങ്, സവാള, മുട്ടക്കൂസ്, എല്ലാം നല്ലവകളൊക്കെ ധാരാളം വാങ്ങിച്ചിട്ട് കൊട്ട നിറച്ചോളം വെച്ചു. അപ്പോൾ രാവിലെ വല്യമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, ഈ വീട്ടിലൊന്നുമില്ല, 2 കഷ്ണം കപ്പയുണ്ടായിരുന്നു, ഞാൻ തിന്നു, എനിക്ക് ആരും ഒന്നും തരാനുമില്ല, എൻ്റെ ദൈവമേ നീ എന്നോട് കരുണ കാണിക്കണമേ. ഹല്ലേലൂയ. ഇയാളെ ഇതാക്കാം. അയാൾ പതുക്കെ എടുത്തോണ്ട് കൊട്ടയുടെ കൊണ്ടുവച്ച് അവിടോട്ട് വെച്ചിട്ട് ബെല്ലടിച്ച്, കാളിംഗ് ബെല്ലടിച്ച് വെച്ച് ഓടിപ്പോയിട്ട് ഒരു ചെടി ഉണ്ടായിരുന്നു, അതിൻ്റെ പുറകെ പോയി ഒടിച്ചിരുന്നു. അപ്പോൾ ഈ വല്യമ്മ വന്ന് ബെല്ലടിച്ച് കേട്ടോണ്ടിരിക്കുന്നത് കഥ തുറന്ന് പോകണ്ടോ, ഒരു കൊട്ട സാധനങ്ങളൊക്കെ ഇരിക്കുന്നു. അവരവിടുന്ന് പറഞ്ഞു, അല്ലേലും നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നാണ്ടാകുമ്പോൾ ഒരു കൊട്ട ഞാൻ ഇച്ചിരി ചോദിച്ചോളൂ, ഞാൻ ചോദിച്ചതിനും നനച്ചതിനേക്കാളും അധികം എൻ്റെ കർത്താവ് എനിക്ക് വന്നിരിക്കുന്നു. ഈ മനുഷ്യനെങ്കിൽ ചാടിയൊന്നും ദൈവമൊന്നുമല്ല, ദൈവമൊന്നും ഒരാളില്ല, കേട്ടോ. ഞാൻ എന്നും പറയാറില്ലേ, ദൈവമൊന്നും ഒരാളില്ല, ഇത് ഞാനാ തന്നെ. അവർ പറഞ്ഞു, അയ്യോ എൻ്റെ ദൈവമേ, ഡബിൾ അത്ഭുതമാണല്ലോ നടന്നിരിക്കുന്നത്. ഒന്ന് നീ ഞാൻ ചോദിച്ചതിനേക്കാളും കൂടുതലൊന്നോ, 2 പിശാചിനെ കൊണ്ട് നീ ധരിച്ചു, അതിനായിട്ടും സ്തോത്രം. പ്രാർത്ഥനയോട് കേൾക്കുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. ഇന്നത്തെ എൻ്റെ വിഷയം, തൃപ്തിയാകുക, മറ്റുള്ളവർക്കും കൊടുക്കുവാൻ നിനക്ക് സാധിക്കും. ഹല്ലേലൂയ. നെഹെമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് ആദ്യത്തെ ക്രിസ്മസിന് എനിക്ക് കിട്ടിയ ഒരു ചിന്തയായിരുന്നു, ഒരു ധ്യാന പുസ്തകം. നെഹെമ്യാവ് 8:10. നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പീൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത്. നെഹെമ്യാവ് ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്. ആരാണ് ഇസ്രായേൽ ജനം? 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ഇസ്രായേൽ ജനം മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേം പട്ടണത്തിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ. ആരാണവർ? ആശയ്ക്ക് വകയില്ലാത്തവർ. എന്നാൽ അതിന് മധ്യത്തിൽ ഒരു മനുഷ്യൻ തീരുമാനിച്ചു, ഞാൻ എന്തെങ്കിലും ചെയ്യും. ദൈവത്തിന് ഒരു മനുഷ്യൻ്റെ ആവശ്യമുള്ളൂ, കേട്ടോ. പറഞ്ഞു കേട്ടോ. ഏതെങ്കിലും ഒരു പ്രവർത്തനം കണ്ടാൽ അതിനെപ്പറ്റി ഭാരമുള്ള ഒരു മനുഷ്യന്, പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ള, റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഒരു മനുഷ്യനെ മതി, അല്ലേ? ലോത്തും കുടുംബവും കഷ്ടത്തിലായി, ദേശനിവാസികളെല്ലാം അടിമകളായി. ആ സമയത്ത് ഒരാൾ കാരണം അവൻ വിടുവിക്കപ്പെട്ടു. ആര്? അബ്രഹാം. 318 വരും. അബ്രഹാം കാരണം ഒരാൾ മതി ഒരു സ്വാതന്ത്ര്യം ദേശത്തിന് വരുത്തുവാൻ. ഇസ്രായേൽ ജനം മിസ്രയീമിലായിരുന്നു. ഒരു മനുഷ്യൻ ആഗ്രഹം തോന്നി, അവരെ വിടുവിക്കണം. മോശ. ദൈവം അവനെ ഉപയോഗിച്ചു. ദൈവത്തിന് ഒരാളിനെ മതി. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ദർശനമാണ് ആദ്യകാലം മുതൽ. ദൈവത്തിന് ഒരാളിനെ മതി. ആ ഒരാളിന് പലരെയും കൂട്ടേണ്ടി വരും. ഹല്ലേലൂയ. അബ്രഹാമിന് 318 പേരുണ്ടായിരുന്നു. മോശയ്ക്ക് യോശുവ ഉണ്ടായിരുന്നു, ആരോൺ ഉണ്ടായിരുന്നു, മിരിയാം ഉണ്ടായിരുന്നു, വേറെ കുറേ പേരുണ്ടായിരുന്നു. ഞാനും ലില്ലിയും കൂടെ കട്ടറായി ചേരുന്ന സമയത്ത് വേറെ പലരും
എൻ്റെ കൂടെ വന്നു. ഉദംപൂരിലുണ്ടായിരുന്ന പാസ്റ്റർ PM തോമസ് 100 രൂപ വെച്ച് മാസം തോറും എനിക്ക് തന്നു 10 മാസം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ നിർത്തി. കൊല്ലത്തെ മിസ്സിസ് തങ്കി ഡോക്ടർ, അമ്മച്ചി ഡോക്ടറാണ്, അവരെനിക്ക് 15 രൂപ അയച്ചു തന്നു. സെക്കൻഡറാബാദിലെ ഒരു വിധവ ഓർഫൻ, ആരുമില്ലാത്ത ഒരു വിധവ, അവരുടെ വീട്ടിൽ കപ്പില്ല. ഞാൻ അവിടെ ചെന്നു, ഞാൻ എല്ലിലും കൂടെ അവിടെ ചെന്നു. അവരുടെ വീട്ടിൽ ചായ തന്നെ ഒരു കപ്പില്ല, ഒരു കസേരയില്ല. അവർ 2 രൂപ തന്നു. നിങ്ങളിൽ പലരും ദൈവാത്മാവ് പ്രേരിപ്പിച്ചപ്പോൾ 100 രൂപ അയച്ചു തന്നു, 500 രൂപ അയച്ചു തന്നു, 50 രൂപ അയച്ചു തന്നു, 1000 രൂപ അയച്ചു തന്നു, 5000 രൂപ അയച്ചു തന്നു, അതിൽ കൂടുതൽ അയച്ചു തന്നു. ചെങ്ങന്നൂരിലെ ഒരാൾ ഒരു മഹീന്ദ്ര ജീപ്പ് വാങ്ങിച്ചു തന്നു, സ്കോർപിയോ SUV വാങ്ങിച്ചു തന്നു. നന്ദി, എല്ലാവർക്കും നന്ദി. തന്നവർക്ക് നന്ദി, തരാൻ ആഗ്രഹിച്ചിട്ടും കഴിവില്ലാത്തവർക്കായിട്ട് നന്ദി, തന്നവർക്കും നന്ദി. ഞാനും ലില്ലിയും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. ഞാനും ലില്ലിയും നിങ്ങളും ഞാനും ലില്ലിയും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. നെഹമ്യാവ് പണി തീർത്തപ്പോൾ ജനം കരഞ്ഞു. ദൈവവചനം കേട്ടപ്പോൾ ജനം കരഞ്ഞു. നെഹമ്യാവ് പറഞ്ഞു, കരയരുത്. വീട്ടിൽ ചെന്ന് മിഷ്ടാന്ന ഭോജനം ഉണ്ടാക്കിയാട്ടെ, മധുരപാനീയങ്ങൾ ഉണ്ടാക്കിയാട്ടെ, എന്ന് പറഞ്ഞാൽ മുന്തിരിച്ചാറ് ഉണ്ടാക്കിയാട്ടെ, ഇല്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പീൻ. എൻ്റെ വിഷയം അതാണ്. എന്നിട്ട് സന്തോഷിക്കുക. ഒറ്റയ്ക്ക് തിന്നാലല്ല, മറ്റുള്ളവർ കൂടി കൊടുക്കുമ്പോൾ സന്തോഷം, ദൈവം തരുന്ന സന്തോഷം, അതാണ് നമ്മുടെ ബലം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3, 4, 5. നിങ്ങൾ ഇസ്രായേലിൻ്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി വീതം ഓരോരുത്തരും ഒരാട്ടിൻകുട്ടി എടുക്കണം. ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞാൽ ഇച്ചിരിയുള്ള ആട്ടിൻകുട്ടിയല്ല, 1 വയസ്സ് പ്രായമുള്ള, നല്ലപോലെ വളർച്ചയുള്ള, നല്ലപോലെ ഇറച്ചിയുള്ള ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ കുറവാണെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവൻ്റെ വീട്ടിനടുത്ത അയൽക്കാരനും കൂടി അതിനെടുക്കണം. ഓരോരുത്തർക്ക് തിന്നാവാവുന്ന കണക്കാക്കി വേണം ഒരാടിന് വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഒരു വീട്ടിൽ എത്ര പേരുണ്ട് നിങ്ങൾ കണക്കൂട്ടണം. 12 പേര്, 5 പേര്, 7 പേര്, എത്ര പേരുണ്ട്? എന്നിട്ട് അതനുസരിച്ച് ഒരു ആട്ടിൻകുട്ടിയെ എന്ന് പറഞ്ഞാൽ വളർച്ചയുള്ള ഒരാടിനെ നിങ്ങൾ തിന്ന് തീർക്കത്തക്കോണം. എന്ന് പറഞ്ഞാൽ ആൾ കുറവാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് വേറെ ഭാഗത്ത്, ആൾ കുറവാണെങ്കിൽ അയൽക്കാരനെ കൂടെ വേണം. അവൻ്റെ വീട്ടിൽ ഒരാടുണ്ട് കേട്ടോ, അവൻ്റെ വീട്ടിൽ ഒരാടിനെ കൊല്ലുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ അവരുടെ വീട്ടിൽ 22 പേരുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരാടിന് സാരമില്ല, വിഷമില്ല, ഞാൻ കൊണ്ടുതരാം. ഹല്ലേലൂയ. അന്നത്തെ ദിവസം, ഈ പെസഹ ദിവസം, എല്ലാവരും ഇറച്ചിയായിട്ട് നടക്കുമായിരുന്നു. ഇവിടുത്തെ അവൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, അവിടുത്തെ അവൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ വാക്യം വായിക്കുമ്പോൾ എനിക്കുണ്ടായി. ഇതാണ് ദൈവം തരുന്ന പ്രോസ്പെരിറ്റി. 1983 ഞാൻ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ രാജ്യത്ത് പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ വിദേശയാത്ര അന്നാണ്. സംഘടനയൊക്കെ ഉണ്ടായിട്ട് പലരും വിചാരിക്കുന്നത് സംഘടന തുടങ്ങണമെങ്കിൽ വിദേശത്ത് പോയിട്ട് വരണമെന്നില്ല. 1972 ഞങ്ങൾ സുവിശേഷകർ തുടങ്ങി. 83 ഞാൻ ആദ്യമായിട്ട് ഗൾഫ് പോർണിൽ പോകുന്നത്. അത് ന്യൂസിലൻഡിൽ പോയി. ഞാൻ അവിടെ ചെന്ന് അത്ഭുതപ്പെട്ടു പോയി. ഒരു വീട്ടിൽ പശു ഉണ്ടെങ്കിൽ ആ പശുവിൻ്റെ പാൽ അവർക്കും ഉണ്ട്, അടുത്ത വീട്ടുകാർക്കും കൊണ്ട് കൊടുക്കും. അവർ ഉണ്ടാക്കുന്ന ഫ്രൂട്ടെല്ലാം വീടുകളുടെ വാതിക്കലെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് നിരത്തി വെച്ചിരിക്കുക, പെട്ടിക്കകത്ത് കൊടുക്കുന്ന. ഹല്ലേലൂയ. തൻ്റെ വീട്ടിലുള്ളവർ കൂടുതലാണെങ്കിൽ അയൽക്കാരനോട് വാങ്ങാൻ പറയുന്നില്ല, കൊടുക്കാനേ പറയുന്നുള്ളൂ. അതാണ് പ്രോസ്പെരിറ്റി. ആട്ടിൻകുട്ടിയെ തിന്നാൽ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആഹാരം കൂടുതൽ. അവർ ഇതുവരെ ജീവിച്ചേക്കുന്ന മിശ്രയുടെ ഇതുവരെ ഉള്ളതില്ലായിരുന്നു, തൊട്ടുകൂട്ടി കഴിയായിരുന്നു, ഇച്ചിരി ഉള്ളായിരുന്നു. എന്താ കാര്യം? അടിമകൾ. എന്നാൽ പെസഹ വന്നു കഴിഞ്ഞപ്പോൾ, കുഞ്ഞാടിൻ്റെ പെസഹ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടുകാർ കൂടെ കൊടുക്കാൻ മോർ ദാൻ ഇനഫ്. ഫ്രം ഇനഫ്, നോട്ട് ഇനഫ്, ടു മോർ ദാൻ ഇനഫ്. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുന്നത് ഞാൻ കാണുകയാണ്. പെസഹ കുഞ്ഞാട്, വളർച്ച മുറ്റിയ ഒരു ആട്. ആരാണ് ഈ ആട്? യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ 7-ാമത്തെ വാക്യം, അതിൻ്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ അതിനെ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടിളക്കാൽ 2 കുറുമ്പടിമേലും പുരട്ടണം. വീടിൻ്റെ കട്ടിളയുടെ 2 വശത്തും മേലിലും പുരട്ടണം. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടുന്ന് ഒരു ബ്രഷ് എടുക്കുന്നു, ഇല കൊണ്ടുള്ള പ്രത്യേകമുള്ള ഇലയാണ്. അത് പുരട്ടിയിട്ട് ഈ സോപ്പ് അതിൻ്റെ കൊണ്ട് ഇവിടെ രക്തം തളിക്കുന്നു. ഈ സോപ്പ് കൊണ്ട് ഒരു ബ്രഷ് ഉണ്ടാക്കുന്നു. എന്നിട്ട് കുഞ്ഞാടിൻ്റെ രക്തം ഒരു പാത്രത്തിനകത്ത് എടുത്തിട്ട് അതിൻ്റെ 2 കട്ടിളക്കാലിലും പുരട്ടുന്നു. ആ ബ്രഷ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു വരയുണ്ടാകുന്നു, അല്ലേ? ഒരു വര, അന്തരീക്ഷത്തിൽ അദൃശ്യമായ ഒരു വര. സഭയും അദൃശ്യമാണ്. എന്നിട്ട് അതിൻ്റെ മേളിലത്തെ കുറുമ്പടിമേൽ തളിക്കണം. ടട്ട് രക്തം താഴോട്ട് വീഴുന്നു. ഞാനൊരു കുരിശിനെ അവിടെ കാണുകയാണ് കേട്ടോ, ഒരു കുരിശിനെ ഞാൻ അവിടെ കാണുകയാണ്. ഇത് 8, 9 വാക്യങ്ങൾ.
അന്ന് രാത്രി അവർ തീയിൽ ചുട്ട ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീരയോടുകൂടി അത് തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടതല്ലാത്ത പച്ചയായ വെള്ളത്തിൽ പുഴുങ്ങിയോ തിന്നരുത്. ഇതല്ലരുത് കേട്ടോ. വെള്ളം ചേർക്കരുത്, ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല. പച്ചയായിട്ട് തിന്നാൻ പാടില്ല. തീയിൽ ചുട്ട, പുഴുങ്ങിയല്ല തിന്നെ, ചുട്ട എന്ന് പറഞ്ഞാൽ ബാർബിക്യൂ. തീ എന്തിനെ കാണിക്കുന്നു? പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. 10-ാമത്തെ വാക്യം, പിറ്റേന്നാൾ കാലത്തേക്ക് അതിൽ ഒട്ടും ശേഷിപ്പിക്കരുത്. പിറ്റേന്നാൾ കാലത്തേക്ക് ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. ഹല്ലേലൂയ. രക്ഷ ഇന്നാണ്, നാളെ അല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് ഇന്നാണ്. നാഗ്പൂരിലൊരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. പ്രസംഗിച്ചത് എനിക്കറിയാവുന്ന ഒരു ദൈവദാസനാണ്. അന്നേരം അദ്ദേഹത്തിൻ്റെ സഭയിലല്ലാത്ത ഒരാൾ എഴുന്നേറ്റ് നിന്നു. ഇന്നാര് കർത്താവിന് വേണ്ടി ഇങ്ങനെ തീരുമാനിക്കും? അത് കഴിഞ്ഞ് ഒരു സഭക്കാരൊക്കെ പറഞ്ഞു, അവർ പറയുമ്പോൾ നമ്മൾ എഴുന്നേക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കല്ലയോ കുറച്ചുകൂടെ വിശുദ്ധിയൊക്കെ ഉള്ളത്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ നാളെയല്ല ഇന്ന്. നാളെയല്ല ഇന്ന്. എപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും പ്രവർത്തിക്കത്തില്ല. ദൈവവേലയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ, സ്നാനപ്പെടണമെന്ന് പറഞ്ഞാൽ, ദശാംശം കൊടുക്കണമെന്ന് പറഞ്ഞാൽ, ചർച്ചിന് വേണ്ടി കുറച്ച് പ്രേരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ, എൻ്റെ ഇരിക്കുന്ന 3 വണ്ടി ഉണ്ടല്ലോ, ഒരു വണ്ടിയില്ലാത്തൊരു ദൈവദാസന് കൊടുക്കണം. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് ദൈവം കാണണം. 11-ാമത്തെ വാക്യം, അരകെട്ടിയും കാലിൽ ചെരുപ്പിട്ടും കയ്യിൽ വടിയും പിടിച്ചുകൊണ്ട് തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. ഹല്ലേലൂയ. അരകെട്ടണം. അന്നത്തെ കാലത്ത് അരക്കെട്ടുണ്ട്. എന്തിനാണ്? നമ്മുടെ ബെൽറ്റ് ഇടുന്നത് പോലെ. അരകെട്ടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പാനുള്ള തയ്യാറെടുപ്പിലാണ്. ഹല്ലേലൂയ. ഒരു വടി ഉണ്ടായിരിക്കണം. എന്തിനാണ്? യാത്ര പോകുമ്പോൾ നയിക്കുന്ന ആളുടെ ഒരു വടി ഉണ്ടാകും. അത് അധികാരത്തെ കാണിക്കും. ഞാനാണ് എൻ്റെ ഇൻചാർജ്. ഹല്ലേലൂയ. നീ തിടുക്കത്തിടണം. ഹല്ലേലൂയ. സമയം എപ്പോഴാണെന്ന് ആരും അറിയുന്നില്ല കേട്ടോ. നാമും ദൈവത്തിൻ്റെ സമയം നമ്മൾ അറിയുന്നില്ല. പക്ഷേ ദൈവം പ്രവർത്തിക്കുന്ന സമയത്ത്, ദൈവം നമ്മോട് സംസാരിക്കുന്ന സമയത്ത് ചെയ്യണം കേട്ടോ. കട്ടളപ്പടികൾ, കുറുമ്പടികൾ, ഹല്ലേലൂയ. ഈശോപ്പ് കൊണ്ടോ രക്തം, ഞാൻ കുരിശിനെ കാണുകയാണ്. അടിമ വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്ന് രക്ഷ, കുഞ്ഞാടിൻ്റെ രക്തം ഞാൻ കാണുകയാണ്. പല വഴികളില്ല, ഒരേ ഒരു വഴി. യേശുക്രിസ്തുവിൻ്റെ രക്തം. ഇറച്ചി ഇതിൻ്റെ വയറിനകത്ത് അധികമുണ്ടെങ്കിൽ പങ്കിടുക. ഹല്ലേലൂയ. എന്താണ് ഈജിപ്തിൻ്റെ അനുഭവം? ശാരീരിക പീഡനം, വികടമായ തലച്ചോറ്. എന്തുവാ? നമ്മൾ അടിമകളായിട്ട് ജനിച്ചു പോയി അല്ലേ? നമുക്ക് കഷ്ടവും നഷ്ടവും പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തലയിലെഴുത്താണിത്. ഇങ്ങനെയൊക്കെ സഹിച്ചേ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. വികടമായ തലച്ചോറ്, കുടുംബജീവിതം തകരാറിലായി, ബിസിനസ് വികടമായി, സ്വഭാവം മോശമായി, പരാജയം നമ്മുടെ കുടുംബത്തിലെ സ്ഥിര താമസക്കാരനായി, ലജ്ജ നമ്മുടെ തലയിലെഴുത്തായിട്ട്, ദാമ്പത്യ പ്രശ്നം വർദ്ധിച്ചു വരികയാണ്, പാപം 1, 9, 1000 ദുഷ്ടാത്മശക്തികൾ ആക്രമിക്കുന്നു, ദുസ്വഭാവങ്ങൾ കയറി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇതിനെ രക്തത്താൽ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ. 2, കുഞ്ഞാട് നമ്മുടെ വയറിനകത്ത്, ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. 3, ഈ ആടിൻ്റെ ചാണകവും കുടലും കുളമ്പും തോലും ഒക്കെ ദൂരെ കളയണം. ശുദ്ധിയില്ലാത്തതെല്ലാം. ഹല്ലേലൂയ. ഇതുവരെ തൊട്ടുകൂട്ടി നീ കഴിഞ്ഞു. ചോലും ചുട്ടുന്നു അല്ലേ? ഇതുവരെ പണ്ടുണ്ടായിരിക്കുന്ന തോല് ചുട്ടി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും ഒറീസയിൽ ഒരു കല്യാണത്തിന് പോയി, നടത്താൻ പോയതാണ്. കല്യാണം നടത്തി കഴിഞ്ഞ് ഞങ്ങൾ ആഹാരത്തിനിരുന്നു. ഒരു ദൈവദാസൻ്റെ, ഞങ്ങളുടെ കൂടെയുള്ള ഒരു ദൈവദാസൻ്റെ കല്യാണമാണ്. അപ്പോൾ അവിടെ ഒരു ആടിനെ കൊന്നിട്ടുണ്ടായിരുന്നു. ആടിനെ കൊന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ തോല് പോലും ഒരു ചുട്ടെടുത്തു, അതിൻ്റെ രോമമെല്ലാം കൂടെ. അയ്യോ, എന്തൊരു വാടയായിരുന്നറിയോ. കഴിച്ചു കഴിഞ്ഞിട്ട് 3 ദിവസം വരെ ഏമ്പക്കം വിടുമ്പോൾ പോലും ഈ ആടിൻ്റെ രോമം കരിഞ്ഞ വാടയായിരുന്നു. എന്താ പാവങ്ങൾ. ഒറ്റ ആട് കൊണ്ട് ഗ്രാമത്തിലുള്ളവർക്ക് എല്ലാവർക്കും ആഹാരം കൊടുക്കണം. അവരിതുപോലെ കഴിഞ്ഞു കേട്ടോ. തൊട്ടുകൂട്ടി കഴിഞ്ഞു. തോലും ചുട്ടു തിന്നു. അതിൻ്റെ കുടലും കഴുകിയിട്ടൊക്കെ കഴിച്ചു. മതി. ഹല്ലേലൂയ. ദൈവം ഈ പെസഹ മുതൽ നിന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരികയാണ്. നോട്ട് ഇനഫ് എന്നുള്ളിടത്തുനിന്ന് നിന്നെ മോർ ദാൻ ഇനഫിലേക്ക് കൊണ്ടുവരികയാണ്. ഇതേവരെ നീ പരാജയമായിരുന്നു, ജീവിതം പാഴാക്കിയോ. മതി. കുഞ്ഞാടിൻ്റെ രക്തത്താൽ നീ മുദ്രയിടപ്പെട്ടെങ്കിൽ നിന്റെ വിടുതൽ ആരംഭിച്ചിരിക്കുന്നു, തുടങ്ങിയിരിക്കുന്നു, സംഭവിച്ചിരിക്കുന്നു. ബാക്കി വന്നാലോ ചിലർ വിചാരിച്ചിരിക്കും നല്ല ഇറച്ചിയല്ലയോ, ഇച്ചിരി വെച്ചേക്കാം, ഒളിച്ചു വെച്ചേക്കാം, നാളെ രാവിലെ കഴിക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പാവപ്പെട്ടവരൊക്കെ ഞങ്ങളുടെ കൺവെൻഷൻ വന്നു കഴിയുമ്പം കുറച്ച് ചോറൊക്കെ എടുത്ത് അവരുടെ ആ സ്ത്രീ ഇടുന്ന ദുപ്പട്ട ഉണ്ടല്ലോ, നിങ്ങളെന്തോ ഷാളെന്ന് പറയില്ലേ, അതിനകത്തൊക്കെ ഇട്ടിരുന്നു. എന്താ കാര്യം? എൻ്റെ കുഞ്ഞിന് കൊണ്ട് കൊടുക്കാൻ.
വീട്ടിലെ പട്ടിണി കാരണം അങ്ങനെ വെക്കാനൊക്കത്തില്ല കേട്ടോ. ഇന്ന് കിട്ടുന്ന ഇന്ന് തന്നെ കഴിക്കണം. രക്ഷ ഇന്നാണ് കേട്ടോ. ഇത് വിൽക്കാനുള്ളതല്ല, ഇത് കൊണ്ടുപോയി വിൽക്കാനുള്ളതല്ല. ഇറച്ചി അധികം ഉണ്ടല്ലോ, നമുക്ക് വിറ്റ് കളയാം, ഇല്ല കൊടുക്കാം, പക്ഷെ വിൽക്കാനുള്ളതല്ല. ചിലർ സുവിശേഷം യേശുവിനെയും വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ. പ്രാർത്ഥിക്കണമെങ്കിൽ 1000 രൂപ തരണം, 3 ദിവസം ഉപവാസം എടുക്കണമെങ്കിൽ 20,000 രൂപ തരണം. അങ്ങനെ നടത്തുന്നവരെന്നോട് പണം കരുത് കേട്ടോ. തെറ്റാണത്. അമേരിക്കയിൽ സാഹിബ്മാരുടെ കണ്ടിട്ടുണ്ട്. അനുഗ്രഹം വേണമെങ്കിൽ $66 വേണം. കാരണം വേദപുസ്തകത്തിനകത്ത് 66 പുസ്തകം, $66 തരാമെങ്കിൽ എനിക്ക് അനുഗ്രഹം പ്രാപിക്കും. വേറൊരാൾ പറയുന്നത് ഞാൻ കേട്ടു, 613 അരിയാണ് ഒരു മാദകത്തിനുള്ളത്. 613 അനുഗ്രഹമാണ് മോശയുടെ 5 പുസ്തകത്തിനകത്തുള്ളത്. അതുകൊണ്ട് നീ എനിക്ക് $613 തരാമെങ്കിൽ നിങ്ങൾക്ക് ഈ 613 അനുഗ്രഹം കിട്ടും. വേറൊരാൾ പറയുന്നത് ഞാൻ കേട്ടു, വേദപുസ്തകത്തിനകത്ത് 1189 അധ്യായമുണ്ട്. അതുകൊണ്ട് ഈ അധ്യായത്തിലെ അനുഗ്രഹം വേണമെങ്കിൽ എനിക്ക് $1189 വേണം. തെറ്റ്. സാഹിബ് ചെയ്താലും നാം ചെയ്താലും തെറ്റ്. യേശു ക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യം പറഞ്ഞു, നിങ്ങൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ, രോഗികളെ സൗഖ്യമാക്കുവീൻ കേട്ടോ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. ഹല്ലേലൂയ. നിങ്ങൾ വയറിനകത്ത് നിറഞ്ഞു കഴിയുമ്പോൾ സൗജന്യമായിട്ട് വല്ലവർക്കും കൊടുക്കട്ടോ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ വേറെ ആൾക്ക് കൊടുക്കണം കേട്ടോ. ഹല്ലേലൂയ. മറ്റുള്ളവരോട്ട് പങ്കിടണം. ഞാൻ ഇന്ന് വരെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയിട്ട് വാങ്ങിച്ചിട്ടില്ല, ഇന്ന് വരെ വാങ്ങിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾ സുഖമായിട്ട് വാങ്ങിക്കാം, പിന്നെ തന്നാട്ടെ. ഇപ്പോൾ വാങ്ങിക്കത്തില്ല, സുഖമായി കഴിയുമ്പോൾ തന്നാട്ടെ. ഞാൻ എൻ്റെ പെട്രോൾ ചിലവാക്കിയിട്ട് അല്ലെങ്കിൽ ഞാൻ വേറൊരു വണ്ടിയിലാണ് പോയത്, പക്ഷെ വാങ്ങിക്കത്തില്ല. കാരണം നിങ്ങൾ യേശു പറഞ്ഞാണ്, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായിട്ട് കൊടുപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്ക് ഇങ്ങനൊരു വിചാരം വരും കേട്ടോ, ഈ ആടിനെ ചിലരിങ്ങനെ വിചാരിക്കും, ഈ ആടിനെ കൊന്ന് തിന്നു കഴിഞ്ഞാൽ ഈ വലിയ ശക്തിമത്തായിട്ടുള്ള രാജാവിൻ്റെ കയ്യിൽ നമ്മളെ വിടുവിക്കുവാൻ കഴിയുമോ? വിടുവിക്കാൻ നീ അനുസരിക്കുക, ബാക്കി ദൈവത്തിന് വിട്ടുകൊടുത്താൽ മതി. നീ അനുസരിക്കുക, കൽപ്പിച്ചവൻ നിവൃത്തിയാക്കും. ഇത് മുഖ്യമന്ത്രിയുടെ ഗ്യാരണ്ടി അല്ല. മുഖ്യമന്ത്രി എത്രയോ കാര്യങ്ങൾ ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നു, ഓർത്തിട്ടുണ്ടോ? നടക്കാത്ത ഒത്തിരിയുണ്ട്. ഇത് പ്രൈം മിനിസ്റ്ററുടെ ഗ്യാരണ്ടി അല്ല, എൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ ഗ്യാരണ്ടിയാണ്. ലോകം പറയും നിൻ്റെ അയൽക്കാരൻ വിശന്നിരിക്കുകയായിരിക്കാം അല്ലേ, അപ്പോൾ നമ്മുടെ ചുമതലയാണ് കൊടുക്കാൻ. ലോകക്കാർ പറയും കൊടുക്കേണ്ടത് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നീ കൺവേർട്ട് ചെയ്യാൻ ചെയ്യുക, പക്ഷെ നമ്മുടെ ജോലിയാണ് കൊടുക്കുക. കൊടുക്കുക. ഒരുത്തൻ വിശന്നിരുന്നാൽ, ഒരാൾ രോഗിയായിരുന്നാൽ, ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അവരുടെ മക്കൾ കോളേജിൽ പോകുന്നില്ല, പഠിക്കാമെന്ന് ഓർത്തിയില്ല എങ്കിൽ പഠിത്തം നിർത്തി. എനിക്കറിയാം, MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന 3-ാമത്തെ വർഷത്തിലൂടെ കൊച്ചു പഠിത്തം നിർത്തേണ്ടി വന്നു. എന്താ കാര്യം? സഹായിക്കാൻ ആരുമില്ല. അവരുടെ സഭക്കാരോടെ പോയി ഞാൻ അറിയാൻ ചോദിക്കുക, അവരുടെ സഭക്കാരോടെ പോയി അവിടെ പോയി ഞാൻ ചോദിക്കുകയാണ്. രോഗി ഉണ്ടായിരിക്കാം അടുത്ത വീട്ടിൽ, കുടുംബ വഴക്കുണ്ടായിരിക്കാം, മനസ്സമാധാനമില്ല. നിങ്ങളുടെ വീട്ടിൽ ദൈവം നിങ്ങൾക്ക് മിച്ചം തന്നിട്ടില്ലയോ? അതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യണം. ഇതാ 3 സന്ദേശം. 1 കുരിശ്, 2 യേശുവിൻ്റെ നാമം, 3 യേശുവിൻ്റെ രക്തം. ഇത് 3 നമ്മുടെ സന്ദേശമാണ്. നമ്മൾ പോകണം. ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. കുഞ്ഞാടായ യേശു ക്രിസ്തുവാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി. ലോകം ഈ സത്യത്തെ വെറുക്കുന്നു. ഉൽപ്പത്തി 46:31. യോസെഫ് സഹോദരന്മാരോടും അപ്പൻ്റെ കുടുംബത്തോടും പറഞ്ഞത് 34, ഇന്ന് വരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാർ ആകുന്നു എന്ന് പറയുകയും ഇടയന്മാർ എല്ലാം ഇസ്രായേൽയർക്കും വെറുപ്പല്ലോ. യുവാക്കളെ വെറുപ്പാണല്ലേ. ബാക്കി 32, അവർ ഇടയന്മാരാകുന്നു, കന്നുകാലികളെ മേയിക്കുന്നത് അവരുടെ തൊഴിൽ. അവർ അവരുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഞാൻ ഫറവോനോട് പറയും. മിശ്രയും ലോകം എന്തു പറയും? ആട്ടിടയന്മാരെ വെറുക്കുന്നു. ഇന്നും പലരും ആട്ടിടയന്മാരെ വെറുക്കുന്നു. ആര്? പാസ്റ്റർമാരെ, ആര്? പട്ടക്കാരെ, ആര്? കന്യാസ്ത്രീകളെ, ആര്? യഹോവ ഇപ്രകാരം മരളിച്ചെന്ന്. ശരിയായിരിക്കും, അവർ കുറവുകളൊക്കെ കാണും. ഞാൻ പറഞ്ഞില്ല കുറവില്ലെന്ന്. ഇന്ന് ഞാൻ രാവിലെ എൻ്റെ ഓഫീസിൽ ഡിവോഷൻ എടുത്തു. ഞങ്ങളുടെ ഡൽഹി ഓഫീസ്. ഞാൻ മാസത്തിലൊരിക്കൽ പോകും. ഞങ്ങളുടെ ഇപ്പോഴത്തെ ലീഡർ എൻ്റെ ആവശ്യപ്പെട്ട് മാസത്തിലൊരിക്കൽ ഞങ്ങൾ പോയിട്ട് ക്ലാസ് എടുക്കണം. അതുകൊണ്ട് ഞാൻ ഇനി വന്നിരുന്നു, ഞാൻ ക്ലാസ് എടുത്തു. ഞാൻ പറഞ്ഞു, ഞാനൊരു വിശുദ്ധനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ, ഞാനൊരു ദൈവത്തിനാണ്, എനിക്കറിയാം. പക്ഷെ തെറ്റുകൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടെന്ന് വരാം. പത്രോസ് വാളെടുത്തിരിക്കാം, തോമസ് സംശയിച്ചതാകാം. പക്ഷേ ദൈവത്തിന് കേട്ടോ, നിങ്ങളുടെയൊക്കെ പറയാണ്, അവരിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ കാണാം. പക്ഷെ ദൈവത്തിന് ആട്ടിടയന്മാരുടെ ആവശ്യമുണ്ട്. ആടുകളെ നോക്കാൻ, ആടുകളെ ചികിത്സിക്കാൻ, ഇടയശ്രേഷ്ഠനുമായിട്ട് ബന്ധിപ്പിക്കുവാൻ. ഹല്ലേലൂയ. വിഷമുള്ള ഇലയും പുല്ലും തിന്നരുതെന്ന് പറയുവാൻ, രോഗമുണ്ടാക്കുന്ന വെള്ളം കുടിക്കരുതെന്ന് പറയുവാൻ, കടിച്ചു കീറുന്ന ചന്ന വരുന്നുണ്ടെന്ന് പറയുവാൻ ഇടയനെ വേണം. ഞാൻ ഇടയനാണ്, എനിക്ക് ഈ ജോലി വളരെ ഇഷ്ടമാണ് കേട്ടോ. പട്ടിണിക്കാലത്ത് പട്ടിണിക്കാലത്ത് എനിക്കൊരു കസേരയുള്ളെന്ന്.
എൻ്റെ ഒരു കട്ടിലുണ്ട് കേട്ടോ, കട്ടിലുണ്ട്. ആ സമയത്താണ് ദുബായ്ക്കടുക്കുള്ള അലൈൻ എന്ന് പറഞ്ഞ രാജ്യത്തു നിന്ന് എനിക്കൊരു ഇൻവിറ്റേഷൻ വന്നത്. അവിടെ 1000 പേര് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുണ്ട്. അവരുടെ പാസ്പോർട്ട് 1000 പേര്, 100 1000 പേര് വന്നിരിക്കുന്നു. ഒന്നിച്ചു കൊണ്ടുവന്നതാണ്, അവിടുത്തെ തൂപ്പുകാരായിട്ട് കൊണ്ടുവന്നതാണ് അലയിലെ. സംശയമുണ്ടോ? തിരുവല്ലയിൽ ഒരു പാസ്റ്റർ KS ജേക്കബ് ഉണ്ട്, പോയി ചോദിച്ചാട്ടോ. KK ജേക്കബാന്ന്, അദ്ദേഹം മരിച്ചുപോയി. KS ജേക്കബിനും അറിയാം. എനിക്ക് ലെറ്റർ വന്നു, വർഗീസ് വരുന്നോ? 1000 പേരുടെ സഭ, വിസ അമേരിക്കൻ ആശുപത്രിയുടെ കീഴിൽ, നല്ലൊരു കെട്ടിടം അമേരിക്കൻ ആശുപത്രിയുടെ കോമ്പൗണ്ടിനകത്ത്, ഒരു കാറ് അതും ആശുപത്രിക്കാർ വാങ്ങിച്ചു തരും. വരുന്നു. ഞാൻ ആ കടലാസ് നുള്ളിക്കയറി ദൂരെ കളഞ്ഞു. കാരണം ഞാൻ ഇന്ത്യയിലെ ഇടയനായിട്ടാണ് എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഒരു സഭയുടെ അല്ല, വാസ്തവം ഞാനൊരു സഭയുടെ അല്ല, എനിക്ക് സംഘടനയുണ്ട്, സഭയുണ്ട്. പക്ഷേ ഞാൻ ഇന്ത്യയിലെ ഒരു ഇടയനാണ്. ഞാൻ ഈ വേല ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. അമേരിക്കയിൽ ഞാൻ 2004 എൻ്റെ ഈ ചുമതലയെല്ലാം വിട്ടു കഴിഞ്ഞപ്പോൾ അമേരിക്കയിലുള്ള ഒരു സംഘടന പേര് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അവരെന്തൊക്കെ പറഞ്ഞു, വർഗീസ് വിടാന്നാട്ടാ, ഒരു റൂം നിനക്ക് വേണ്ടി തരാം, ഒരു ഫോൺ ഞാൻ നിനക്ക് വേണ്ടി, അതൊന്നും അന്ന് കിട്ടാത്ത ഒരു കാലമാണ് കേട്ടോ. ഫോൺ നിനക്ക് തരാം, നിനക്ക് ഞങ്ങളുടെ അഡ്രസ്സ് തരാം, ഞാൻ നിനക്ക് വേണ്ടി മീറ്റിംഗ് അവിടെ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്യാം, ഒരു കാർ വാങ്ങിച്ചു തരാം, നീ പോയിട്ട് മീറ്റിംഗ് നടത്തി കിട്ടുന്ന രൂപ എല്ലാം ഇന്ത്യയിലേക്ക് അയച്ചു. ഞാൻ പോയില്ല. എന്താ കാര്യം? ദൈവം എന്നെ വിളിച്ചത് ഇന്ത്യയിലെ സുവിശേഷകൻ ഇടയനായിട്ടാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ത്യയിൽ, നിങ്ങൾ ഏത് സഭക്കാരാണേലും നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ, ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂടെ വരണമെന്ന്, എന്ന് പറഞ്ഞാൽ എൻ്റെ വചനം കേട്ട് ഞാൻ പറയുന്നത് പോലെ ദൈവത്തെ ആരാധിക്കാമെങ്കിൽ, എനിക്ക് സഭയില്ല, സഭ ഉണ്ടാക്കാൻ എനിക്ക് നോട്ടവും കേട്ടോ. സഭ ഉണ്ടാക്കാൻ എനിക്ക് കുണ്ടൂർ സഭയെ സ്ഥാപിക്കാമായിരുന്നു, കൊല്ലത്ത് സഭ സ്ഥാപിക്കാമായിരുന്നു, എവിടെയെല്ലാം സഭ സ്ഥാപിക്കാമായിരുന്നു. എൻ്റെ ലക്ഷ്യം എങ്ങനെയാണ്? എൻ്റെ ശബ്ദം കേൾക്കുന്നവർ. ഞാൻ വല്ലപ്പോഴും ഒക്കെ നാട്ടിൽ വരും. ഇപ്പോഴാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. യൂട്യൂബിനകത്ത് എനിക്ക് പ്രസംഗിക്കുവാൻ കഴിയും, ടെലിവിഷനകത്ത് എൻ്റെ ശബ്ദം കേൾക്കുന്നവർ. ഞാൻ ഇടയനായിട്ട് നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പുസ്തകം എൻ്റെ നിയമാവലിയാണ്. മിശ്രയും പറയും ഈ ഇടയന്മാർ അങ്ങനെ പറഞ്ഞാൽ കേട്ടോ. ഫറവോൻ പറഞ്ഞാണ്, നിങ്ങൾ മെനക്കെടുകയാണ്. ഹല്ലേലൂയ. പറയും ഈ ഇടയൻ പറയുന്നത് കേൾക്കരുത്. ഹല്ലേലൂയ. അവർ പറയും, രക്തമല്ല, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൊന്നും അല്ല വിടുതൽ, സഭയാണ് വലുത്, പാപമോചനത്തിന് മാമോദീസ മാത്രമേ ഉള്ളൂ. അവർ പറയും, മിശ്രയിമിൻ്റെ ശബ്ദം പറയും, എന്താ പറയും, അയാൾക്ക് രൂപ കൊടുക്കരുത്, നിങ്ങൾ തരിക. ഞാൻ ഇന്ത്യ മുഴുവൻ ഓടി നടക്കും. ഞാൻ രൂപ ചോദിക്കാനല്ല, ഇങ്ങനെ മെസ്സേജ് ഉണ്ടാക്കി വന്നു പോയതാണ് കേട്ടോ. നിങ്ങൾ രൂപ തന്നു കഴിഞ്ഞാൽ 1 രൂപ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കത്തില്ല. സുവിശേഷ വേലയ്ക്ക് തരുന്ന രൂപ എൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടില്ല, എൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല, എൻ്റെ ബന്ധുക്കൾക്ക് കൊടുത്തിട്ടില്ല, ഞാൻ എൻ്റെ ബാങ്കിൽ ഇട്ടിട്ടില്ല. നിങ്ങൾ തരുന്നതെല്ലാം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഞാൻ വാരി വിതറി, ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെ ഞാൻ വാരി വിതറി. ഹല്ലേലൂയ. നിങ്ങൾ തരിക. ഹല്ലേലൂയ. കുറേ കുഞ്ഞുങ്ങൾ കൂടെ, നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെ കൂടെ ഞാൻ പഠിപ്പിക്കും. നമ്മുടെ വയറ് നിറയുമ്പോൾ വിശക്കുന്നവരെ നാം ഓർക്കണം. ഒബദ്യാവ് വലിയ ആളായി കഴിഞ്ഞപ്പോൾ, ആ ദേശത്ത് വിശ്വാസികൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലെന്ന് വന്നപ്പോൾ, അദ്ദേഹം ഒരു ഗുഹയിൽ 50 പേരെ, തൻ്റെ സ്വന്തം പൈസ ഉണ്ട് കേട്ടോ, ഗവൺമെൻറ് പൈസയല്ല, ഹല്ലേലൂയ, അപ്പവും വെള്ളവും കൊടുത്തു. ഹല്ലേലൂയ. ദൈവം എനിക്ക് മതിയായവനായി, ഞാൻ തിന്ന് തൃപ്തനായി കഴിയുമ്പോൾ ഏമ്പക്കം വിട്ടും വെച്ച് ചാരുകസയിൽ ഇരിക്കുന്നതല്ല. ഹല്ലേലൂയ. ഫാനിൻ്റെ കീഴിലിരുന്നിട്ട് ഇരിക്കുകയല്ല. പിന്നെയോ എനിക്ക് കഴിയുന്നിടത്തൊക്കെ കഴിയുന്നത് പോലെ ഞാൻ പങ്കിടും. ഈ യേശുവിനെ പങ്കിടുവാൻ കൊള്ളാം. ഇതുപോലൊരു രക്ഷകൻ വിടുവിക്കുന്നവൻ ലോകത്തില്ല, ഇതുപോലൊരു സ്നേഹിതൻ വേറെയില്ല, ഇതുപോലെ കരുതുന്നവൻ വേറെയില്ല. ഞാൻ പറയും, ഞാൻ രുചിച്ചറിഞ്ഞു, നിങ്ങളും രുചിച്ചു നോക്കുക. വെളിപ്പാട് പുസ്തകം 13:8. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ, അവിടെ ഇസ്രായേൽ ജനം അന്ന് അറുത്തത്. പക്ഷെ ഇവിടെ പറയുകയാണ്, ലോകസ്ഥാപനം മുതൽ, ലോകം സ്ഥാപിച്ച സമയത്ത് തന്നെ അറുക്കപ്പെട്ട കുഞ്ഞാട് യേശുക്രിസ്തു. അപ്പോസ്തലപ്രവൃത്തി 2:23. പത്രോസ് യഹൂദന്മാരോട് പറയുകയാണ്, നസ്രായനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു എന്ന് പറഞ്ഞാൽ യേശു ചത്തു. പക്ഷെ ഓർക്കുക, ദൈവിക പദ്ധതി 24-ാമത്തെ വാക്യം, അത് ദൈവിക പദ്ധതിയായിരുന്നു കേട്ടോ. 24-ാമത്തെ വാക്യം, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു കേട്ടോ. 1-ാമത്തെ കാര്യം, പിതാവാം ദൈവം യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ കൊന്നതല്ല, ഏൽപ്പിച്ചു കൊടുത്തു. യേശു സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിനെ യഹൂദന്മാർ കൊന്നതല്ല.
യേശു മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരമായി തീരുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തു, പിതാവ് ഏൽപ്പിച്ചു കൊടുത്തു. യോഹന്നാൻ 10:17-18 എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാനതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്ത് കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. ലോകസ്ഥാപനം മുമ്പേ അവൻ അറുക്കപ്പെട്ടു, ക്രൂശിൽ മരിച്ചു. പക്ഷെ വെളിപ്പാട് 5:6 കാണുന്നു അവൻ നിൽക്കുന്നത്. വെളിപ്പാട് 5:6 അവൻ നിൽക്കുകയാണ്. സ്തോത്രം. അവൻ ഇന്നും നിൽക്കുകയാണ് കേട്ടോ. അന്നേ നിൽക്കുകയാണ്. ലോകസ്ഥാപനത്തിൻ്റെ സമയം മുതൽ അവൻ നിൽക്കുകയാണ്. കുഞ്ഞാട് യഹൂദയുടെ സിംഹം നിൽക്കുന്നു. ആദാമും ഹവ്വായും ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തു. ഭൂമിയിലെ സ്വർഗം ദൈവസാന്നിധ്യമുള്ള കുടുംബമാണ്. അതായിരുന്നു ആദാമും ഹവ്വായും. പക്ഷേ ആദാം സകലവും സാത്താന് അടിയറ വെച്ചു. ഭൂമിയിലെ സ്വർഗം തകർത്തു. അവർ നഗ്നരായി, ശപിക്കപ്പെട്ടു. ദൈവം ആദാമിനെയും ഹവ്വായെയും നഗ്നത മറയ്ക്കുവാൻ ഒരാടിനെ കൊന്നു. പക്ഷേ അതിനു മുൻപ് ദൈവപുത്രനായ യേശുക്രിസ്തു അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ട് നിൽക്കുകയാണ്. കയീൻ ഹാബേലിനെ കൊന്നു. ദൈവം കയീനെ കൊന്നില്ല. ആദാമിനെയും ഹവ്വായെയും രക്ഷിച്ചു കുഞ്ഞാട്, കയീനെയും രക്ഷിച്ചു. ഒരടയാളം കൊടുത്ത് വിട്ടതേ ഉള്ളൂ, കൊന്നില്ല. കുഞ്ഞാട് കാരണം ദയ കാണിച്ചു. അബ്രഹാം ഇസാക്ക് നടക്കുന്നു മോറിയ മലയിലേക്ക്. ഇസാക്ക് ഒരു ചോദ്യം ചോദിച്ചു, അപ്പ കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, ആട്ടിൻകുട്ടി എവിടെ? അബ്രഹാം എന്ത് പറഞ്ഞു? ദൈവം കരുതിക്കൊള്ളും. ഗോഡ് വിൽ പ്രൊവൈഡ്. ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ കരുതിയിരുന്നു. ആ കുഞ്ഞാട് ഇസ്ഹാക്കിനെ രക്ഷിച്ചു. ഇസ്ഹാക്കിനെ മാത്രമല്ല, സന്ദേശമാണ് ഇത് കേട്ടോ. എന്തോ മലക്കാരക്കാർ പറയും ദൂതെന്ന്, ഇതാ ഒരു ദൂതാണ്. ഇസ്ഹാക്കിനെ മാത്രമല്ല, അബ്രഹാമിൻ്റെ അനന്തരവൻ ലോത്തിനെയും ശിക്ഷിക്കാതെ രക്ഷിച്ചു. ലോത്തേ, നീ അറിയുന്നില്ല, നീ അബ്രഹാമിൽ നിന്ന് പഠിച്ചു, പക്ഷെ നീ ഗൗനിച്ചില്ല, നീ വിശ്വസിച്ചില്ല, നീ കാര്യമായെടുത്തില്ല. പക്ഷെ ദൈവം നിന്നെയും രക്ഷിച്ചു. അബ്രഹാം കാരണം. അബ്രഹാമിൻ്റെ മകനെ കുടുംബത്തിലൊരാൾക്ക്, അബ്രഹാമിൻ്റെ മകനെ കുടുംബത്തിലൊരാൾക്ക്. ഞാൻ നിങ്ങൾക്ക് ചോദിക്കുകയാണ്, നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ രക്ഷിക്കപ്പെടാതുണ്ടോ? അവകാശം പറഞ്ഞാട്ടെ. നിങ്ങളുടെ കുടുംബത്തിലെ എക്സ്റ്റെൻഡഡ് ഫാമിലി രക്ഷിക്കപ്പെടാത്ത ഒരാളുണ്ടോ? ഹല്ലേലൂയ. ഉണ്ടെങ്കിൽ അവകാശം പറഞ്ഞാട്ടെ. മകൻ, മകൾ, ഹല്ലേലൂയ. എക്സ്റ്റെൻഡഡ് ഫാമിലിയിനകത്ത് അമ്മാച്ചൻ, അനന്തരവൻ ആരെങ്കിലും ഉണ്ടോ? അവകാശം പറഞ്ഞാട്ടെ. അബ്രഹാമിന് വേണ്ടി ചെയ്തു, നിനക്ക് വേണ്ടി ചെയ്യും. അബ്രഹാം കാരണം, സ്വന്തം മകൻ, കുടുംബത്തിലുള്ള ഒരാൾ. നീ അവകാശം പറഞ്ഞാട്ടെ. ഞാനൊരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. 1982 ഞങ്ങളുടെ കൺവെൻഷൻ നടക്കുകയായിരുന്നു. പാസ്റ്റർ കെ സി ജോൺ നീരൊറ്റുപുറം, അദ്ദേഹമായിരുന്നു പ്രസംഗിച്ചത്. പെട്ടെന്ന് ഒരു കാറ്റ് വന്നു മയക്കാൻ പോയി. പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പ്ലാറ്റ്ഫോമിലിട്ട് മുന്നോട്ട് കയറി ചെന്നിട്ട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ അനുജൻ രക്ഷിക്കപ്പെട്ടില്ല. ഒരു അനുജൻ ഞാൻ കാണുകയാണ്, അവൻ രക്ഷിക്കപ്പെടുന്നത്. ഞാൻ അവിടെ കിടന്ന് ഒരു തൂണെ പിടിച്ചിരിക്കുന്നത് ടെൻറ്റ് പറന്നു പോകാതിരിക്കുകയാണ്. ഞാനതെ പിടിച്ചുകൊണ്ട് ചുറ്റും നൃത്തം ചെയ്ത് പ്രാർത്ഥിച്ചു. പാസ്റ്റർ കെ സിയോട് ചോദിക്കാം, എൻ്റെ അനുജൻ, ഞാൻ പറഞ്ഞു, എൻ്റെ അനുജൻ രക്ഷിക്കപ്പെടുന്ന സന്തോഷത്തിൽ അഡ്വാൻസായിട്ട് ഞാൻ നൃത്തം ചെയ്യുകയാണ്. എൻ്റെ അനുജൻ ആ വർഷത്തിൽ രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. നിനക്കും ചോദിക്കാം, നിൻ്റെ മക്കളെ ചോദിക്കാം, നിൻ്റെ കുടുംബത്തിലുള്ള ഒരാൾ ചോദിക്കാം. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തിൽ, ഞാനാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. അത് പട്ടക്കാരുണ്ട് കേട്ടോ, വേറെ പാസ്റ്റർമാരാരുമില്ല, സുവിശേഷ പ്രസംഗകരാരുമില്ല, പട്ടക്കാരുണ്ട്. 4-5 പേരുണ്ട്. പപ്പാടെ അമ്മച്ചിയുടെയും കുടുംബത്തിനകത്തുനിന്ന് കേട്ടോ, ലീലയുടെയും കുടുംബത്തിനകത്തുനിന്നുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബത്തിൽ 100 സുവിശേഷ വേലക്കാർ വേണം. ഇപ്പോൾ എത്ര ഉണ്ടെന്ന് അറിയാം? 76 കഴിഞ്ഞു. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ 500 പേരെ തരണമേ. ഹല്ലേലൂയ. നീ ചോദിച്ചാട്ടെ, നിൻ്റെ കുടുംബത്തിൽ നിന്ന് ചോദിച്ചാട്ടെ, നിൻ്റെ അകന്ന കുടുംബത്തിലുള്ളവരിൽ നിന്ന് ചോദിച്ചാട്ടെ. ഹല്ലേലൂയ. കയീനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ലോത്തിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കൊച്ചുമക്കളെ, അയൽക്കാരെ വിശാലമായിട്ട് വല വീശിയാട്ടെ. കർത്താവെ, എൻ്റെ മകനെ തരണം. കർത്താവെ, എൻ്റെ അയൽക്കാരെ തരണം. നിങ്ങളുടെ ആളുകളെ കൊണ്ട് സ്വർഗം നിറയ്ക്കുക, സുവിശേഷ വേലക്കാരെ കൊണ്ട് നിറയ്ക്കുക. ആ ഹാബേൽ നിരപരാധിയായിരുന്നു, നിർദോഷിയായിരുന്നു, ഇന്നസെൻ്റ് ആയിരുന്നു. അവൻ്റെ രക്തം വേണോ? ദൈവം കണ്ടു. നിർദോഷിയായ സ്വപുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ദൈവം എന്നെയും നിന്നെയും കാണുമ്പോൾ സ്വപുത്രനായ യേശുവിനെ കാണുകയാണ്. എന്നെയും നിന്നെയും കാണുമ്പോൾ, എൻ്റെയും നിൻ്റെയും കുടുംബത്തിലുള്ളവരെ നമ്മൾ കാണുന്ന സമയത്ത് ദൈവം തൻ്റെ സ്വപുത്രനെ ഓർക്കുകയാണ്. ഹാബേലിന് മുൻപ്, ലോകസ്ഥാപനത്തിന് മുൻപ് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ അവൻ കണ്ടു. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി. ആദാം പരാജയപ്പെട്ടു. അറുക്കപ്പെട്ട് കുഞ്ഞാട് മതിയായിരുന്നു. ആദാം പരാജയപ്പെട്ടു. അറുക്കപ്പെട്ട് കുഞ്ഞാട് മതിയായിരുന്നു. കയീൻ പരാജയപ്പെട്ടു. അറുക്കപ്പെട്ട കുഞ്ഞാട് മതിയായിരുന്നു. അബ്രഹാം പരാജയപ്പെട്ടു. അറുക്കപ്പെട്ട കുഞ്ഞാട് മതിയായിരുന്നു. പെസഹ കുഞ്ഞാട് മതിയായവനാണ്. മിച്ചം വന്നത് നമ്മുടെ അയൽക്കാർക്ക് കൊടുക്കണം, നമ്മുടെ വീടിനടുക്കുള്ളവർക്ക് കൊടുക്കണം, രക്ഷിക്കപ്പെടാത്തവർക്ക് കൊടുക്കണം, നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിയോട് കൊടുക്കണം. ഹല്ലേലൂയ. പക്ഷേ ആരെങ്കിലും കൊണ്ടുപോകണം.
അതിന് മാത്രം വയ്യ. ചിലരൊക്കെ എന്തൊക്കെ പറയും കേട്ടോ, നിങ്ങൾ സൂക്ഷിച്ചായിട്ട് വിലക്ക് ഇറങ്ങിയോണ്ട് നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, എന്നാൽ നിങ്ങളുടെ മോനെ കൂടെ വിടുന്നില്ല. അതില്ല. ഹല്ലേലൂയ. ആരെങ്കിലും കൊണ്ടുപോകണം. യേശു ഭൂമിയിൽ നടക്കുന്നു, പ്രസംഗിക്കുന്നു, സൗഖ്യമാക്കുന്നു, നന്മ ചെയ്യുന്നു. പരീക്ഷന്മാർ കല്ലുമായിട്ട് നടക്കുന്നു. ഹല്ലേലൂയ. കുറ്റം കാണാനായിട്ട്, എറിയാനായിട്ട്. ഒരിക്കൽ അവർ കണ്ടു, ഒരു സ്ത്രീ വ്യഭിചാരത്തിൽ കയ്യോടെ പിടിച്ചു, റെഡ് ഹാൻഡഡ് എന്ന് പറയും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന് 1 മുതൽ 11 വരെ. അവളെ പിടിച്ചു കഴിഞ്ഞിട്ട് അവർ ചോദിന് വസ്ത്രം ധരിക്കാൻ പോലും അവൾക്ക് സമയം കൊടുത്ത് കാണത്തില്ല. അവളെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന വഴിക്ക് അവിടെ തുണിയൊക്കെ കയറി കാണാം. ആളുകൾ മുഷ്ടി ചുറ്റി ഇടിച്ചിരിക്കാം, കുത്തിയിരിക്കാം, മുഖത്ത് തുപ്പിയിരിക്കാം. യേശുവിൻ്റെ മുമ്പാകെ വന്നു. 5-ാമത്തെ വാക്യം, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, നീ ഇവിടെ കുറിച്ചെന്ന് പറയും. പലർക്കും അങ്ങനെ ന്യായവിധിയുടെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് കേട്ടോ. സമാധാനത്തിൻ്റെ ഒന്നുമല്ല. പലർക്കും പറയാനുള്ളത് അനുഗ്രഹത്തിൻ്റെ ഒന്നുമല്ല, ന്യായവിധിയുടെ കാര്യം. 6-ാമത്തെ അവനെന്തോ വേണം, എവനെന്തോ വേണം, അല്ലേ? 6-ാമത്തെ വാക്യം 2-ാമത്തെ ഭാഗം, യേശുവോ കുനിഞ്ഞ വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. നിലത്ത് കുനിഞ്ഞ് ആൾ ചോദിച്ചിട്ടൊന്നും ഉത്തരം പറഞ്ഞില്ല. എന്തുവാ എഴുതിയത്? പണ്ട് ഇതേ വിരൽ പാറക്കല്ലിൽ എഴുതിയതാണ്. ആ വിരൽ വെച്ചിട്ട് പൊടിഞ്ഞ മണലിനകത്ത്, പൊടിഞ്ഞ പാറക്കല്ലുകളാണ്, അതാണ് മണൽ, അതിനകത്ത് അവൻ എഴുതുന്നു. എന്താ എഴുതിയത്? കല്ലേന്തിയ പ്രമാണിയുടെ പേര് വിചാരിച്ചോ, ചിലപ്പോൾ എബ്രഹാം തോമസ് എന്നായിരിക്കാം. ഞാൻ ചുമ്മാ പേര് പറഞ്ഞാണ്. ഓരോരുത്തരും ഓടി. PG വർഗീസ് പറഞ്ഞു, PG വർഗീസ് ഓടിക്കാണുന്നു. ഓരോരുത്തരും ഓടുകയാണ്. കല്ലെറിയാനാണോ? ഇല്ല. യേശു എന്തിനാ പറഞ്ഞ? കല്ലെടുക്കാനാണോ? അല്ല. ഓരോരുത്തരും, ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ഞാൻ കല്ലെറിയുന്നവനല്ല, ഞാൻ പാപികൾക്ക് വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പ് ഇറക്കപ്പെട്ടവനാണ്. യേശു ക്രിസ്തു നിൽക്കുകയാണ് പാപിയെ വിടിവിക്കുവാൻ. യേശുവരോട്, ഞാനും ശിക്ഷ വിധിക്കുന്നില്ല, ഞാൻ രക്ഷ വിധിക്കുന്നു. എൻ്റെ കർത്താവ് ആരാണ്? ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം അവൻ രക്ഷിക്കുന്നവനാണ്, അവൻ വിടുവിക്കുന്നവനാണ്. മേലിൽ പാപം ചെയ്യരുത്. അതിനുള്ള കൃപ കർത്താവ് തരും. ഞാൻ കട്രായിലൊരു പള്ളി പണിതല്ലോ, ആദ്യത്തെ സഭയാണ് അവിടുത്തെ. അതിൻ്റെ വാതിൽക്കൽ ഇറങ്ങി വരുന്നിടത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇറങ്ങി വരുന്നിടത്ത് വാതിൽ മേലിൽ പാപം ചെയ്യരുത്. ഹല്ലേലൂയ. അതിനുള്ള കൃപ കർത്താവ് തരും. സിഗരറ്റ് വലിക്കാതിരിക്കാനുള്ള കൃപ കർത്താവ് തരും. കള്ളം പറയാതിരിക്കാനുള്ള കൃപ കർത്താവ് തരും. തെറ്റ് ചെയ്യാതിരിക്കാനുള്ള കൃപ കർത്താവ് തരും. യേശു ഇന്നും പറയുകയാണ്, കല്ല് താഴെ ഇടുക. നിൻ്റെ കയ്യിൽ കല്ലുണ്ടോ? താഴെ ഇടുക. പുറത്ത് വെളുത്ത വസ്ത്രം, കയ്യിൽ ബൈബിൾ അല്ലെങ്കിൽ കൊന്ത കാണും. അകത്തോ യേശു എഴുതി കാണിക്കട്ടെ നിൻ്റെ കുറ്റം. യേശു എഴുതി കാണിക്കട്ടെ. അവരുടെ എഴുതിയപ്പോഴാണ് അവർ ഓടിയത്. ഹല്ലേലൂയ. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തമില്ലെങ്കിൽ മുഷിഞ്ഞു നാറുന്ന തുണി. ഹല്ലേലൂയ. ഒരു കുഞ്ഞാടെ അറുക്കപ്പെട്ടിട്ടുള്ളൂ കേട്ടോ. രക്ഷ യേശു ക്രിസ്തുവോട് മാത്രം. ഒരൊറ്റ കുഞ്ഞാട്. പറഞ്ഞില്ല, ഒത്തിരി പേരുണ്ടെങ്കിൽ 2 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ കുഞ്ഞാട്. നിൻ്റെ മുഷിഞ്ഞ നാറിയത് വിവാഹജീവിതം മുഷിഞ്ഞതാണോ? കണക്ക് പുസ്തകം മുഷിഞ്ഞതാണോ? ഭാര്യയെ കരയിക്കുന്നത് മുഷിഞ്ഞതാണോ? ഭർത്താവിനെ കരയിക്കുന്നത് മുഷിഞ്ഞതാണോ? അമ്മായിയമ്മയെ കരയിക്കുന്നത് മുഷിഞ്ഞതാണോ? അല്ലെങ്കിൽ നിൻ്റെ മരുമോളെ കരയിക്കുന്നത് മുഷിഞ്ഞാണോ? വേലക്കാരിയെ കരയിക്കുന്നത് മുഷിഞ്ഞതാണോ? പത്മോസിലെ യോഹന്നാൻ ഏകനായിരുന്നു, തടവുകാരൻ ഏകനായിട്ടായിരുന്നു. ഇവിടെ മരണമാണെന്ന് വിചാരിച്ചതാണ് പത്മോസ് യോഹന്നാൻ. ഹല്ലേലൂയ. ഇല്ല, സ്വർഗം വന്നതും വരാനുള്ളതും കണ്ടു. സ്വർഗം തുറന്ന് വന്നതും വരാനുള്ളതും അവൻ കണ്ടു. യേശുവിനെ കണ്ടു. പുസ്തകം കണ്ടു. മുദ്ര പൊട്ടിക്കാൻ ആരുമില്ല. അബ്രഹാമിന് മുദ്ര പൊട്ടിക്കാൻ ഒക്കത്തില്ല. ദാവീദിന് മുദ്ര പൊട്ടിക്കാൻ ഒക്കത്തില്ല. ഏലിയായ്ക്ക് മുദ്ര പൊട്ടിക്കാൻ ഒക്കത്തില്ല. ശക്തിശാലി ശിംശോന് മുദ്ര പൊട്ടിക്കാൻ ഒക്കത്തില്ല. എല്ലാവരുടെയും ജീവിതം അവിയലാണ്. ഈ പറഞ്ഞവരുടെയൊക്കെ കൂടിക്കൊഴിഞ്ഞതാണ്. യോഹന്നാൻ കരഞ്ഞു. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞാട്. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു, പാപമില്ലാത്തവൻ, പാപമെന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തവൻ, ഒരൊറ്റ പാപം പോലും ആർക്കും അവൻ്റെ ശത്രുക്കൾക്ക് പോലും ഉണ്ടാക്കി പറയാം. അല്ലെങ്കിൽ ഉള്ളത് ചരിത്രത്തിനകത്തില്ല, ഈ പുസ്തകത്തിനകത്തില്ല. ഹല്ലേലൂയ. കൂട്ടുകാരെ, നമ്മുടെ ലോകത്തിലെ സകലരും അയോഗ്യരാണ്. എന്നാൽ യേശു ക്രിസ്തു നിൽക്കുന്നു, അവൻ മതിയായവനാണ്. ഇന്നത്തെ സാമ്പത്തിക നിലവാരം പൊളിഞ്ഞു കിടക്കുകയാണ്. സംശയമുണ്ടോ? ഇന്ത്യ ഒത്തിരി പാലമൊക്കെ പണിയുന്നുണ്ട്, ഒത്തിരി റോഡൊക്കെ പണിയുന്നുണ്ട്. നല്ലതാണ്, ഇനിയും പണിയട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം, ഇനിയും പണിയട്ടെ. പക്ഷേ ഇന്ത്യയുടെ കടം എത്ര ഉണ്ടെന്ന് അറിയാമോ? നിങ്ങളുടെ ഫോണിനകത്ത് നെറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് നോക്കിയാട്ടെ ഇന്ത്യയുടെ കടം എത്രയാണെന്ന്. ഇന്ത്യ കോടി കണക്കിന് കടമാണ്. നമ്മുടെ സാമ്പത്തിക നിലവാരം പൊളിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ എൻ്റെ യേശു ക്രിസ്തു നിൽക്കുന്നു. നമ്മുടെ സഭകൾക്ക് കുറവുണ്ട്, പക്ഷേ എൻ്റെ യേശു ക്രിസ്തു മതിയായവനാണ്, അവൻ നിൽക്കുന്നു. ഹല്ലേലൂയ. മാത്രമല്ല, അവൻ്റെ കയ്യിൽ മിച്ചമുണ്ട്. രക്തം കട്ടുള്ള വാതുക്കൽ, മാംസം വയറിനകത്ത്, തിരുവചനത്താൽ നിറയപ്പെടണം. വചനം ജഡമായി അറുക്കപ്പെട്ട കുഞ്ഞാട്. ഹല്ലേലൂയ. ചിലർ പറയും ബൈബിൾ വീട്ടിലുണ്ട്, ചിലർ തലക്കടയിൽ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പോരാ, വാഗ്ദത്തം വയറിനകത്ത് നിറയപ്പെടണം. യേശു വെളിച്ചമാണ്, അവൻ സൗഖ്യമാണ്, അവൻ ജോലി തരും.
അവൻ ബുദ്ധിമുട്ട് മാറ്റും. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാട് അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ സകലർക്കും ആരോഗ്യം, സകലർക്കും പുഷ്ടി. രക്തം പാപക്ഷമ തരുന്നു, അകത്ത് ചെന്ന ഇറച്ചി മാംസം ആരോഗ്യം പുഷ്ടി തരുന്നു. സങ്കീർത്തനം 105:37. യഹോവ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷിനകത്ത് ഫീബിൾ എന്നാണ്. ലാക്കിംഗ് ഫിസിക്കൽ സ്ട്രെങ്ത് എസ്പെഷ്യലി ആസ് എ റിസൾട്ട് ഓഫ് ഏജ് ഓർ ഇൽനസ്. എന്ന് പറഞ്ഞാൽ പുഷ്ടി പ്രായം കൊണ്ടോ ശാരീരിക വൈകല്യം കൊണ്ടോ ഉള്ളതെല്ലാം മാറിപ്പോയി. മനസ്സിലായോ? ഈ കുഞ്ഞാടിൻ്റെ ഇറച്ചി നിന്ന് കഴിഞ്ഞപ്പോൾ മുടന്തൻ സുഖമായി. 97 വയസ്സുള്ള വലിപ്പച്ചന് 30 വയസ്സായി. എൻ്റെ വേദപുസ്തകം പറയുന്നു കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 6 ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നു. സംഖ്യാപുസ്തകം 11:21 എന്ന് പറഞ്ഞാൽ ഏകദേശം 30 ലക്ഷം പേർ അടിമകളായിരുന്നു. അതിനകത്ത് രോഗികളുണ്ടായിരുന്നു, അതിനകത്ത് ബലഹീനരുണ്ടായിരുന്നു, അതിനകത്ത് വൃദ്ധരുണ്ടായിരുന്നു, ഇന്നലെ പ്രസവിച്ച കുഞ്ഞുണ്ടായിരുന്നു, 2 വയസ്സുള്ളവരും ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെ അവർക്കെല്ലാവർക്കും നടക്കാനുള്ള ബലം കിട്ടി. ഹല്ലേലൂയ. അവർക്ക് ആവശ്യമുള്ള പണം കൈ കൊടുത്തു, അവർക്ക് വസ്ത്രം കിട്ടി. ഹല്ലേലൂയ. ആ ഉള്ള വസ്ത്രവും കൊണ്ട് അവർക്ക് ഇഷ്ടം പോലെ വസ്ത്രം കിട്ടി കേട്ടോ. വേദപുസ്തകത്തിനകത്തുണ്ട്. ആരോഗ്യം കിട്ടി. സൂപ്പർ. നടക്കാൻ ഒരേ സ്പീഡിൽ നടക്കാൻ, അല്ലേ? 90 വല്യപ്പച്ചനും 30 വയസ്സുള്ള ചെറുപ്പക്കാരനും ഒരേ സ്പീഡിൽ നടന്നു. ഹല്ലേലൂയ. എങ്ങനെ? എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ദൈവത്തിൽ അങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പനും അപ്പൻ്റെ അപ്പനും അവൻ്റെ അപ്പൻ്റെ മോനും അവൻ്റെ വല്യപ്പനും എല്ലാവരും ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ആരും പറഞ്ഞില്ലെങ്കിലും ഒരേ സ്പീഡിൽ നടക്കുകയാണ്. എൻ്റെ ദൈവം ആരാണെന്നറിയാം. പെസഹ കുഞ്ഞാട് നിനക്ക് ആരോഗ്യം തരാം. അറുക്കപ്പെട്ട കുഞ്ഞാട് അകത്തുണ്ടെങ്കിൽ കൃപാവരങ്ങൾ ഓരോന്നായിട്ട് പുഷ്ടിപ്പെടും. ഹല്ലേലൂയ. എത്ര കൃപാവരമുണ്ട്? ചിലർ പറയും 9 എന്ന്, അല്ല 22 അല്ല 1 1 കൊരിന്ത്യർ 13. നിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. യോഹന്നാൻ 7:38. രക്ഷ മാത്രമല്ല, പരിശുദ്ധാത്മാവിൽ നിറയണം. കുലുങ്ങിയാൽ പോരാ, പരിശുദ്ധാത്മാവിൽ നിറയണം. അന്യഭാഷ പറഞ്ഞാൽ പോരാ. ഹല്ലേലൂയ. പിന്നെയോ പരിശുദ്ധാത്മാവിൽ നിറയണം. ബി ഫിൽഡ്. ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് മതി എനിക്കും നിനക്കും. എല്ലാ വിവാഹബന്ധനത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കും സകലത്തിനും പരിഹാരം ഈ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിൻ്റെ കാലത്തും ഈ തലമുറയ്ക്കും, ഇനി വരാനുള്ള തലമുറയുണ്ടെങ്കിൽ കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിൻ്റെ വരവ് വരെയും അവൻ മതി. ഹല്ലേലൂയ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? വിവാഹത്തിൽ, ആരോഗ്യത്തിൽ, ബിസിനസ്സിൽ, സഭാ വളർച്ചയിൽ, ബുദ്ധിയിൽ എന്താണ് നിൻ്റെ പ്രശ്നം? ഈ അറുക്കപ്പെട്ട ഇന്നും നിൽക്കുന്ന കുഞ്ഞാട് മതി. അതാണ് നിൽക്കുന്ന കുഞ്ഞാട്. ഹല്ലേലൂയ. അവൻ്റെ രക്തം നിങ്ങളുടെ വീടിൻ്റെ വാതിൽക്കൽ ഉണ്ടായിരിക്കട്ടെ. അവൻ്റെ രക്തം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലിനകത്ത് ഉണ്ടായിരിക്കട്ടെ. അവൻ്റെ മാംസം, അവൻ്റെ വചനം നിങ്ങളുടെ അകത്തുണ്ടായിരിക്കട്ടെ. പാപിക്കും പിന്മാറ്റക്കാരനും അത് മതി. യേശുക്രിസ്തുവിൻ്റെ രക്തം രക്ഷിക്കുന്നു. അകത്തെ മാംസം മാറ്റം തരുന്നു, രൂപാന്തരം തരുന്നു. റോമർ 12:2. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. ആരോടെ പറയുന്നത്? വിശ്വാസത്തോടെ പറയുന്നത് കേട്ടോ. രക്ഷിക്കപ്പെടാത്തവരോടല്ല. നമ്മുടെ മനസ്സ് പുതുക്കണം. ദിവസവും പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. മാറിക്കൊണ്ടേയിരിക്കണം കേട്ടോ. രൂപാന്തരപ്പെടുക, ആകൃതി മാറ്റുക, സ്വഭാവം മാറ്റം വരുത്തുക. ഒരു ലോഹം വേറൊരു ലോഹമാക്കി മാറ്റാം. ചില ലോഹങ്ങളെ വേറൊരു ലോഹമാക്കി മാറ്റാൻ കഴിയും. അതുപോലെ രൂപാന്തരപ്പെടുത്തിക്കൊള്ളണം. യേശുക്രിസ്തുവിൻ്റെ രക്തം, യേശുക്രിസ്തുവിൻ്റെ മാംസം. ഹല്ലേലൂയ. വേസ്റ്റായിട്ടുള്ളത്, ബാക്കിയുള്ളതൊക്കെ പുറത്ത് കളയണം. നമ്മുടെ ജീവിതത്തിനകത്ത് പാപങ്ങളൊക്കെ പുറത്ത് കളയണം. നമ്മുടെ മുൻകോപം പുറത്ത് കളയണം. ഭാര്യ അടിക്കുന്നത് പുറത്ത് കളയണം. മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് മാറ്റിക്കളയണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാത്ത സ്വഭാവം നമ്മൾ മാറ്റിക്കളയണം. ഹല്ലേലൂയ. നമ്മുടെ കാലിൽ ചെരുപ്പ്, നമ്മുടെ കയ്യിൽ വടി, നമ്മൾ അരകെട്ടി മുമ്പോട്ട് പോകണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ പാപത്തെ എല്ലാം കഴുകിക്കളഞ്ഞുള്ള ഉറപ്പാണ്. യേശുക്രിസ്തുവിൻ്റെ വചനം നിങ്ങളുടെ അകത്തുണ്ടായിരിക്കട്ടെ. വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് കളഞ്ഞ് വാഗ്ദത്തഘട്ടിലേക്ക് നടക്കാം. അരയും കെട്ടി ബെൽറ്റ് ഇടണമെന്ന് ഞങ്ങൾ പട്ടാളത്തിലായിരിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബെൽറ്റ് കെട്ടുന്നത് എങ്ങനെയായിരിക്കും അറിയാം? എത്രയും കഴിയുന്ന അത്രയും മുറുക്കി, ലൂസായിട്ടല്ല, മുറുക്കി. പട്ടാളത്തിൽ പഠിപ്പിക്കുന്നതാണ്. ഷൂസ് നല്ലതുപോലെ വരിഞ്ഞ് മുറുക്കി, കയ്യിൽ വടി. പട്ടാളത്തിന് വടിയില്ല, പക്ഷേ അവർക്ക് വടിയുണ്ട്. നമുക്ക് ഒരുങ്ങി നിൽക്കാം. എന്തിനു ഒരുങ്ങി നിൽക്കണം? ഈ ലോകത്തിൽ ജീവിക്കാൻ, വാഗ്ദത്ത നാട്ടിലേക്ക് നടന്നു പോകുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. വടി കയ്യിലെടുക്കാം. ഹല്ലേലൂയ. അരകെട്ടിയിരിക്കാം. കർത്താവ് തരുന്നതായിട്ടുള്ള വാഗ്ദത്ത നാട്ടിലേക്ക് വിജയശ്രീലാളിതനായിട്ട് നടക്കുവാൻ, എങ്ങനെയാണ് ഇസ്രായേൽ ജനം നടന്നോ അതുപോലെ നടക്കുവാൻ
ദൈവം നിങ്ങൾക്ക് ബലം തരട്ടെ, ദൈവം നിങ്ങൾക്ക് ശക്തി തരട്ടെ. മുടന്തിയും തളന്തിയും നടക്കുന്നത് എല്ലാ ആഴ്ചയും ചെന്ന് കഴിഞ്ഞ് വെച്ച് എൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. പിന്നെ അവരുടെ ജോലിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജോലിയാണ് ജീവിക്കുക എന്നുള്ളത്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ പാപത്തെ പോക്കി ശുദ്ധീകരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കട്ടെ. വിടുതൽ പ്രാപിക്കുക, വിടുതൽ പ്രാപിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ സകല പാപത്തെയും പൊക്കി ശുദ്ധീകരിക്കട്ടെ. വിടുതൽ പ്രാപിക്കുക. മാത്രമല്ല, അവൻ്റെ വചനത്താൽ നിറയുക, ധൈര്യശാലിയായിട്ട് നടക്കുക, ഭിക്ഷ ചോദിക്കുന്നവരായിട്ടല്ല. നിങ്ങൾ നോക്കട്ടെ, ഇസ്രായേൽ ജനം എങ്ങനെയാണ് നടന്നു വന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ. ഏതെങ്കിലും ശത്രു വന്നെങ്കിൽ അവർ പ്രാർത്ഥിച്ചപ്പോൾ ആ ശത്രു എല്ലാം മാറിപ്പോയി. അവർ വിജയശ്രീലാളിതരായിട്ട് നടന്നു. ഈ ലോകത്തിൽ നിങ്ങൾ വിജയിയാളായിട്ട് ജീവിക്കണം. ഭിക്ഷ തണ്ടുന്നവരെ പോലെ അല്ല, രാജാവിൻ്റെ മക്കളായിട്ട് ജീവിക്കണം, രാജകുമാരനായിട്ട് ജീവിക്കണം, രാജകുമാരിയായിട്ട് ജീവിക്കണം. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എന്നെ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തം, ഹല്ലേലൂയ. ഇത് സിന്ദൂരമായിരുന്നേ, യേശു ക്രിസ്തുവിൻ്റെ രക്തമൊന്നുമല്ല കേട്ടോ. ഹല്ലേലൂയ. ഈ രക്തം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. അവൻ്റെ വചനത്താൽ നിറയപ്പെടുക. അവൻ്റെ അനുഗ്രഹം നാളത്തേക്ക് വെക്കാനുള്ളതല്ല, സ്വത്ത് കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഏതെങ്കിലുമൊക്കെ വചനം അധികമുള്ളത് അയൽ വീട്ടുകാർക്കും കൊടുക്കണം. മറ്റുള്ളവരുടെ സുവിശേഷം പറയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ സകല പാപത്തെയും പൊക്കി ശുദ്ധീകരിക്കട്ടെ. ആരെങ്കിലും പാപബോധവുമായിട്ട് നടക്കുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് അവരുടെ പാപബോധം അവരെ വിട്ട് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരുടെ പാപബോധം അവരെ വിട്ട് മാറിപ്പോകട്ടെ, സ്വതന്ത്രരായി തീരുക. ആരെങ്കിലും വചനം ഓർക്കുന്നില്ലെങ്കിൽ ഇന്ന് തൊട്ട് തീരുമാനിക്കട്ടെ, ഞാൻ എൻ്റെ വയറ് നിറയ്ക്കും വചനം കൊണ്ട്. ഹല്ലേലൂയ. ഒരു വാക്യം ഞാൻ എല്ലാ ദിവസവും പഠിക്കും. മറന്നുപോയെന്ന് വരാം, സാരമില്ല, പഠിച്ചാട്ടെ. ഈ വചനമാണ് നിങ്ങൾ നിലനിർത്തുന്നത്. സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരട്ടെ, നന്മ തരട്ടെ, ദൈവത്തിൻ്റെ കൃപ തരട്ടെ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുന്നവരായിരിക്കട്ടെ. മരുഭൂമിയിലൂടെ യാത്ര എവിടത്തേക്ക്? വാഗ്ദത്ത നാട്ടിലേക്ക്. സ്വർഗത്തിൽ നാം എത്തുന്നത് വരെ വിജയശ്രീലാളിതരായിട്ട് ജീവിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.